അട്ടപ്പാടിയിൽ ആദിവാസി ഭൂമി കയ്യേറി കുടിലുകൾ കത്തിച്ചു തുടങ്ങിയ പരാതിയിൽ അറസ്റ്റിലായ HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെ ഇന്ന് മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കും. 11 മണിക്ക് മണ്ണാർക്കാട് കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. ഒരു വർഷം മുൻപ് നൽകിയ പരാതിയിലാണ് ഇന്നലെ അജി കൃഷ്ണനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് സ്വപ്ന സുരേഷിന് ജോലി നൽകിയതിലുള്ള പ്രതികാര നടപടിയാണെന്നും ഭൂമി കയ്യേറിയിട്ടില്ലെന്നും HRDS വിശദീകരിച്ചു. അവരിപ്പോ അവിടെ അട്ടപ്പാടിയിൽ നിന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുവരും. മജിസ്ട്രേറ്റ് ഇവിടെ മണ്ണാർക്കാട് മജിസ്ട്രേറ്റിന്റെ ലീവാണ്, അതുകൊണ്ട് പാലക്കാട് മജിസ്ട്രേറ്റിനാണ് അതിന്റെ ചുമതല. അവിടേക്ക് കൊണ്ടുവരും. ഈ വർഷം അവിടെ ഏതോ ആദിവാസികളെ കൊണ്ട് അവര് എഴുതി കൊടുത്ത ഒരു പരാതിയാണ്. എടുക്കുമ്പോ അവര് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞു. ഈ വീട്ടിലെ തട്ടാനും എടുക്കാനും ഒന്നും അവിടെ നമ്മുടെ മറ്റേ ഇതില്ലേ യാതിരാജ അവരുടെ ഭൂമി അവിടെ കുറച്ചുണ്ടല്ലോ, 50 ഏക്കറോളം. അത് കൊണ്ട് വെറുതെ ഇട്ടൊക്കെയായിരുന്നു. അപ്പൊ അത് നമ്മളുമായിട്ട് ചേർന്നിട്ട് ചില വർക്കിന് വേണ്ടിയിട്ട് അവർ നമുക്ക് കൈമാറിയത് അങ്ങനെയല്ല, റെക്കോർഡിക്കലി നമ്മൾ കൈമാറിയതല്ല. അത് അതിന്റെ പ്രൊസീഡിങ്സ് അതിന്റെ ക്ലെയിം ചെയ്തിട്ടൊരു എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയതാണ്. സമയത്താണ് ഇവരാരോ വന്നിട്ട് പറഞ്ഞു തന്നത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തെളിവ് കാണിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തിട്ട് എന്തെങ്കിലും നിങ്ങളുടെ അത് ആദിവാസികൾക്ക് അങ്ങനെയൊന്നും തെളിവ് കാണിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അവർ കേസ് കൊടുത്തത്. ആ കേസാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. അവര് HRDS നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ല പണ്ടക്കാണ്ടോ ആരോ എഴുതി കൊടുത്തു എന്നുള്ളത് ഇപ്പോഴാണ് അത് കേസ്. എന്റെ പേരിൽ HRDSന്റെ എല്ലാ ഭാരവാഹികളുടെ പേരിലാണ് കേസുള്ളത്. അതിൽ ജനറൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തു, മറ്റുള്ളവരുടെ പേരിലും അറസ്റ്റ് ഉണ്ടാവാം. അതൊക്കെ അവരെ HRDSനെ ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് നശിപ്പിക്കാനുള്ള ശ്രമം. HRDS വർഷങ്ങളായിട്ട് ആദിവാസികൾക്കുള്ള സഹായം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് കഴിഞ്ഞ 27 വർഷമായിട്ട്. അവരെ ആക്രമിക്കാൻ അതിൽ ആദിവാസികൾ ആരും പറയില്ല. ചില രാഷ്ട്രീയക്കാര് അവരെ എന്തെങ്കിലും തരത്തിൽ അവരെ പറഞ്ഞ് പറയിപ്പിക്കും. അല്ലാതെ ആദിവാസികളായിട്ട് ആരും അത് പറയും. ജാമ്യത്തിന് പോകും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ അതനുസരിച്ച് കാര്യം. അതേസമയം ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് HRDS അട്ടപ്പാടി മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മുൻ ജീവനക്കാരിയായ സലോമി ആരോപിച്ചു. ഇക്കാര്യം വിവിധ സംഘടനകളും പൊതുപ്രവർത്തകരും വ്യക്തികളും അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെന്നും സലോമി പറഞ്ഞു. വളരെ ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഈ HRDS ഈ അട്ടപ്പാടി മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ പൊതുപ്രവർത്തകരും ആദിവാസി മേഖലയിലുള്ള സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഇത് പോലീസിന്റെ ശ്രദ്ധയിലും അതുപോലെ തന്നെ സർക്കാർ അധികാരികളുടെ ശ്രദ്ധയിലും പെടുത്തിയതാണ്. അതിനുശേഷമാണ് കളക്ടർ ഇവരുടെ പ്രവർത്തനത്തിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ HRDS CSR ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള വാഗ്ദാനം പറഞ്ഞിട്ട് ആദിവാസി ഊരുകളിൽ പോയി അത് പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇവർക്ക് പല വാഗ്ദാനങ്ങളും കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഫണ്ട് ഉപയോഗിച്ച് ഇവർ ചെയ്യുന്നില്ല. ഇതൊക്കെ രേഖകളാക്കി അവർ ഓഫീസിൽ കൊണ്ടുവരുന്നു. അത് അവരുടെ ഫണ്ട് വരുത്താനുള്ള കാര്യങ്ങളായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വളരെ കുറച്ചു നാള് ആ HRDSുമായി സഹകരിച്ച മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ HRDSന്റെ സിസ്റ്റവുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തു വന്ന ഒരാളാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ്, ഏതായാലും അജി കൃഷ്ണൻ അറസ്റ്റിലായിരിക്കുന്നു, കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുന്നു, നിയമപരമായി നേരിടുമെന്ന് HRDS വ്യക്തമാക്കുകയും ചെയ്യുന്നു. പൊതുവെ ഈ ഒരു വർഷം മുമ്പുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതികാര നടപടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് HRDSന്റെ പരാതി. എന്താണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? എന്തുകൊണ്ടാണ് ഒരു വർഷം വൈകിയത് ഇങ്ങനെ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ? രഞ്ജിത്ത്, പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാവുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടി നിയമോപദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അജി കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ ഒരു വർഷം മുമ്പ് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് പരാതിക്കാരും അതോടൊപ്പം തന്നെ വിവിധ ആദിവാസി സംഘടനകളും ഇതിൽ SC/ST കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം തന്നെ പരാതി നൽകി അവരുടെ ഭാഗത്തു നിന്നും വിശദീകരണം തേടുകയുണ്ടായി എന്നുള്ളതും പോലീസ് പറയുന്നു. ഈ സാഹചര്യത്തിലാണ്
ഇപ്പോൾ അജി കൃഷ്ണയെ അറസ്റ്റ് ചെയ്തത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ HRDSന്റെ പ്രധാന ആരോപണം സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്നയ്ക്ക് HRDSൽ ജോലി നൽകിയിരുന്നു. CSR ഫണ്ട് ഡയറക്ടറായി അവർക്ക് ജോലി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പിന്നീടാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന വലിയ വിവാദങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പങ്കുണ്ട് എന്നുള്ള സ്വപ്നയുടെ ആരോപണം. പിന്നീട് മുഖ്യമന്ത്രി തന്നെ സ്വപ്നയ്ക്കെതിരെ HRDS ആണ് സ്വപ്നയെ സംരക്ഷിക്കുന്നത് എന്ന തരത്തിൽ എന്ന ആരോപണം ഉന്നയിക്കുകയും കഴിഞ്ഞ ദിവസം സ്വപ്നയെ പുറത്താക്കുകയും ചെയ്തിരുന്നു. അന്ന് പുറത്താക്കിയ സമയത്ത് തന്നെ HRDS പറഞ്ഞിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ അജി കൃഷ്ണയുടെ അറസ്റ്റും എന്ന് HRDSന്റെ വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ നമ്മളോട് നേരത്തെ പ്രതികരിച്ചു. ഇതിൽ ഭൂമി കയ്യേറിയിട്ടില്ല എന്നും ഒരു ട്രസ്റ്റിന്റെ വിദ്യാധിരാജ വിദ്യാവികാസ് എന്ന ഒരു ട്രസ്റ്റിന്റെ കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ രാമചന്ദ്രന്റെ ട്രസ്റ്റി ആയിട്ടുള്ള ഈ സംഘടനയിൽ നിന്നും അവരുടെ 56 ഏക്കർ ഭൂമി കൃഷി ചെയ്യുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമായി അനുമതി വാങ്ങിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ ഭൂമിയിൽ പ്രവേശിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഭൂമി കയ്യേറുകയോ കുടിൽ കെട്ടി നശിപ്പിക്കുകയോ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് HRDS പറയുന്നത്. എന്നാൽ ഈ പരാതി നൽകിയിട്ടുള്ള അട്ടപ്പാടി വട്ടലക്കി സ്വദേശിയായ മുരുകൻ, അദ്ദേഹത്തിന്റെ അച്ഛൻ രാമൻ, അതിൽ മുരുകൻ നമ്മളോട് ഇന്നലെ പറഞ്ഞത് 1 വർഷം മുമ്പ് കൊടുത്ത പരാതിയാണ്, അതിനകത്ത് നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അവരോട് വളരെ മോശമായാണ് ഇതിൽ ഈ HRDSന്റെ അധികൃതർ പെരുമാറിയത്, അവരെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്ന ഘട്ടം പോലും ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഇത്രയും കാലം നടപടി വൈകി എന്നത് സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നും മുരുകൻ പറയുന്നു. എന്തായാലും അജി കൃഷ്ണയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വലിയ വിവാദം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ പ്രതികാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് അതിനെ കാണുന്നത് എന്നതാണ് HRDS വിശദീകരിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ പങ്കുവച്ചു. തലശ്ശേരിയിൽ ദമ്പതികൾക്കെതിരെ പോലീസ് എടുത്ത കേസിൽ പ്രത്യുഷിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മനു ഭരത വിവരങ്ങൾ നൽകും. മനു, ഈ ജാമ്യ ഹർജിയിൽ എന്തൊക്കെയാണ് ഈ പ്രതിഭാഗം ആരോപിച്ചിരിക്കുന്നത്? പോലീസിന്റെ മറുവാദം എന്താണ്? പ്രതിഭാഗം പ്രധാനമായും പറയുന്നത് ഈ ജാമ്യാപേക്ഷ നൽകുന്ന സമയത്ത് അഡ്വക്കേറ്റ് പി പ്രേമരാജനാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, ഈ ദമ്പതികളെ അനാവശ്യമായി പോലീസ് ബുദ്ധിമുട്ടിക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യുഷിന് ജാമ്യത്തിന് അർഹതയുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയവും അദ്ദേഹം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വൈകുന്നേരം കടൽപ്പാലം അല്ലെങ്കിൽ രാത്രി കടൽപ്പാലം കാണാൻ ചെന്ന ദമ്പതികൾക്ക് നേരെയാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായിട്ടുള്ളത് എന്നും അദ്ദേഹം തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇരു വിഭാഗത്തിന്റെയും വാദം കേട്ട കോടതി ആ വിഷയത്തിൽ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും എന്നാണ് കരുതുന്നത്. അതേസമയം പോലീസ് ആകട്ടെ ഇവർക്കെതിരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, SI ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് പ്രത്യുഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ വലിയ ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെയാണ് നിയമവ്യവസ്ഥയിൽ കരുതുന്നത്. അപ്പോൾ ഇത് ഒരു വ്യക്തിവൈരാഗ്യം കൊണ്ട് ആണ് ഇത്തരത്തിൽ കേസിൽ അവരെ കുടുക്കിയത് എന്നാണ് പ്രതിഭാഗം പ്രത്യുഷും അതുപോലെ തന്നെ മേഘയും വ്യക്തമാക്കുന്നത്. ഇതിനെതിരെ മേഘ വലിയ തോതിൽ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. കാരണം കടൽപ്പാലം കാണാൻ ചെന്ന തങ്ങളോട് അവിടെ നിന്ന് പോകാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ എന്താണ് അതിന്റെ കാരണം എന്ന് ആരാഞ്ഞതിന് തങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്നായിരുന്നു മേഘയുടെ പരാതി. മേഘ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: അവർ കടൽപ്പാലം കാണാൻ അവിടെ നിന്നു, മഴ പെയ്തു, അപ്പോൾ ഒരു ഷെയ്ഡിലേക്ക് അവർ മാറി നിന്നു. പോലീസ് ആ സമയത്ത് അവിടെ വന്ന് അവിടെയുള്ള ആളുകളോടൊക്കെ മാറിപ്പോകാൻ പറഞ്ഞു. കാറിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മഴയെ അവഗണിച്ച് പോകാൻ കഴിഞ്ഞു. പക്ഷെ ബൈക്കിലായതുകൊണ്ട് ഇവർക്ക് പോകാൻ കഴിഞ്ഞില്ല. ഉടനെ ഇവരുടെ അടുത്തേക്ക് വരികയും ഇവർക്ക് നേരെ ഇവരെ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷെ അവർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന രീതിയിൽ തിരിച്ച് മറുപടി ചോദിച്ചതിനെ തുടർന്ന് പോലീസും ഇവരും തമ്മിൽ തർക്കമുണ്ടായി. പിന്നീട് പ്രത്യുഷിനെ അടിക്കുകയും പിന്നീട് ഈ ഷർട്ടിൽ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റുകയൊക്കെ ചെയ്തു എന്നാണ് മേഘ പറയുന്നത്. വേറൊരു സംഘം പോലീസുകാരെ വിളിച്ചു വരുത്തി എല്ലാവരും ചേർന്ന് വണ്ടിയിൽ പ്രത്യുഷിനെ കൊണ്ടുപോയി. മേഘയെ വനിതാ പോലീസുകാരുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്റ്റേഷനിലെത്തിയും പ്രത്യുഷിനെ ക്രൂരമായി തല്ലുന്നതിന്റെ ശബ്ദം തനിക്ക് പുറത്തുനിന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് മേഘ പറഞ്ഞു. പിന്നീട്
SI ആണ് ഇവരെ പിടിച്ചുകൊണ്ടുപോയത്. പിന്നീട് CI വന്നു. CIയും ഇയാളെ ചവിട്ടുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് പരിക്കേറ്റു. ഏതായാലും ഈ രണ്ട് പോലീസിന്റെ ഒരു വൂണ്ട് റിപ്പോർട്ടും ഉണ്ടല്ലോ മനു, അതിൽ ഈ പോലീസുകാർ രണ്ടുപേരെയും മർദ്ദിച്ചതായി, ഹെൽമെറ്റ് കൊണ്ടൊക്കെ അടക്കമടിച്ചതായുള്ള വിവരങ്ങളും അവർ ഹാജരാക്കിയിട്ടുണ്ട്. അതും ഒരു പ്രധാന കാര്യമായി മാറുകയല്ലേ? അത് തെളിയിക്കാനുള്ള കൃത്യമായ കാര്യങ്ങൾ പോലീസ് ഹാജരാക്കിയിട്ടുണ്ടോ? അല്ല, അത് വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്നത് ഈ രണ്ട് വിഭാഗവും ഈ വൈദ്യ പരിശോധനയ്ക്ക് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തുകയാണ്. കാരണം ഇത് ഇയാളെ അറസ്റ്റ് ചെയ്താൽ പിന്നീട് കോടതിയിൽ എത്തിക്കുന്നതിന് മുൻപ് വൈദ്യ പരിശോധന നടത്തേണ്ടത്. അപ്പോൾ വൈദ്യ പരിശോധന ഘട്ടത്തിൽ ഈ പ്രത്യുഷ് തനിക്കുണ്ടായിട്ടുള്ള അക്രമത്തെക്കുറിച്ച് ആശുപത്രി അധികൃതരോട് പറയും. ആ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വൈദ്യ പരിശോധനയിൽ കണ്ടെത്തിയതാണ് പ്രത്യുഷിന് ഈ കാൽമുട്ടുകളിലും അതുപോലെ കാലിലും കയ്യിലും തോളിലും ഒക്കെ മുതുകിലും ഒക്കെ പാടുകളുണ്ട് എന്നത്, കണ്ണിന്റെ താഴെ രക്തം കട്ട പിടിച്ച പോലെ ചതഞ്ഞ ഒരു അവസ്ഥയുണ്ടെന്നും ഒക്കെ. ഈ തുടരുക മനു. പരാതിക്കാരിയായ മേഘ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. മേഘ, ഏതായാലും ഇന്ന് ജാമ്യം ഹർജി പരിഗണനയ്ക്ക് വരികയാണ്. നിങ്ങളുടെ വാദമുഖങ്ങൾ കൃത്യമായി കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ സാധിക്കത്തക്ക വിധമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹാജരാക്കിയിട്ടുണ്ടോ കോടതിക്ക് മുമ്പാകെ? കോടതിക്ക് മുന്നായി നമ്മൾ ഇന്നലെ വൂണ്ട് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വ്യക്തമായി പരിക്കുകൾ ഉണ്ടെന്ന് തെളിവുണ്ട്. അതുപോലെ തന്നെ ഈ CI ഉൾപ്പെടെയുള്ള ആൾക്കാർ ആക്രമിച്ചു എന്നുള്ളതും വ്യക്തമായിട്ട് അതിനകത്തുണ്ട്. അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാര്യമായി വലിയ തോതിൽ നേരത്തെ മേഘ പറഞ്ഞത്, ഈ മേഘ പുറത്തു നിൽക്കുമ്പോൾ പ്രത്യക്ഷനെ മർദ്ദിക്കുന്ന കാര്യങ്ങളടക്കം മേഘയ്ക്ക് പുറത്തു നിന്ന് പോലും കേൾക്കത്തക്ക വിധത്തിൽ, അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള വൈകൽ, ഇതടക്കം ഒരുപാട് കൃത്യവിലോപം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണല്ലോ അല്ലേ? അതെ അതെ, വളരെ ശരിയാണ്. കാരണം നമ്മൾ കൊണ്ടുപോകുമ്പോൾ തന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാതെയാണ് പോലീസ് വലിച്ചഴിച്ച് കൊണ്ടുപോയത്. അതിനുശേഷം എന്നെ ഒരു ഫീമെയിൽ പോലീസിന്റെ അസാന്നിധ്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും അടുത്ത വണ്ടിയിൽ. ഞാൻ ഇദ്ദേഹത്തിന് മർദ്ദിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കായിരുന്നു. ഞാൻ അവിടുത്തെ ഓരോ പോലീസിനോട് ഇങ്ങനെ പറയായിരുന്നു, ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത്. കൂടാതെ ഏകദേശം 20 മണിക്കൂറിലേറെയാണ് ഞാനും എന്റെ ഹസ്ബൻഡും ചെയറിൽ ഇരുന്നത്. 20 മണിക്കൂർ? 20. അതായത് അന്ന് ഒരു 11 മണി തൊട്ട് പിറ്റേത്തത് ആ ഒരു നൈറ്റ് ഫുൾ കഴിഞ്ഞ് അന്നൊരു വൈകിട്ട് ഒരു 5:30 ആകുമ്പോഴാണ് നമ്മളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. നിങ്ങളെ മർദ്ദിക്കുന്നതിനൊക്കെ സാക്ഷി ഒരുപാട് പേരുണ്ടായിരുന്നോ ആ സ്ഥലത്ത്, അതോ നിങ്ങൾ മാത്രമേ ഉള്ളായിരുന്നോ? സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? സാക്ഷികൾ എന്റെ ഹസ്ബൻഡ് ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് സുഹൃത്ത് അവിടുന്ന് ഈ CIയുടെ പ്രവർത്തികളൊക്കെ കണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഈ പോലീസുകാരെ മർദ്ദിച്ചു, ഹെൽമെറ്റ് ഒക്കെ വെച്ച് അടിച്ചു എന്ന് പറഞ്ഞ് അവരുടെ ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് കൂടി അവർ ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അവർക്കും മർദ്ദനമേറ്റു എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമോ വാസ്തവോ മറ്റോ ഉണ്ട്? നിങ്ങൾക്ക് അവരെ എന്തെങ്കിലും തരത്തിൽ അങ്ങോട്ട് കൈയേറ്റം ചെയ്യേണ്ട അവസ്ഥ വന്നോ? അത്രത്തോളം ഹീനമായിരുന്നു അവരുടെ പ്രവൃത്തി? അങ്ങനെയല്ല സാർ, നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് ഇവരെ കയറി പിടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വഴിയെ പോകുന്ന ആൾക്കാരാണ്. അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു മേല് തൊട്ട് ശരീരം തൊട്ടിലുള്ള കളി വേണ്ടാന്ന് മാറി നിന്നപ്പോ ഈ SI പിന്നെ ഇവരെ പിടിച്ചു. അപ്പൊ അങ്ങനെ അവിടെ ഒരു ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ ഉണ്ടായ ഒരു സ്ക്രാച്ചോ അങ്ങനെയല്ലാതെ എന്റെ ഹസ്ബൻഡ് കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർ നിൽക്കുള്ളൂ. അപ്പം ഈ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചു എന്നുള്ളതൊക്കെ വളരെ തെറ്റായ കാര്യമാണ്. അതെനിക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും. ഈ പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം മറ്റൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ CI അടക്കം അങ്ങോട്ട് വന്നല്ലോ, അവരുടെയും സമീപനം നിങ്ങളോട് ഒട്ടും ഒരു മാന്യതയില്ലാതെ ആയിരുന്നോ? CIയുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു മനുഷ്യനെ പോലെ അല്ല ആ സമയത്ത് ബിഹേവ് ചെയ്തത്. കാരണം അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചേഷ്ടകളിൽ നിന്ന് വ്യക്തമാണ്. എന്നോടുള്ള സമീപനവും വളരെ മോശമായിട്ടുള്ളതാണ്. ഒരു സ്ത്രീയോട് എന്നുള്ള ഒരു വ്യക്തിയോടും പറയാൻ പാടില്ലാത്ത തെറികളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ വനിതാ പോലീസുകാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ ഈ മേഘയെ കൊണ്ട് ചെല്ലുമ്പോൾ? എന്നെ കൊണ്ട് ചെല്ലുമ്പോൾ അവിടെ അതായത് കളർ ഡ്രസ് ഇട്ടിട്ടുള്ള ഒരു വനിത ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. ശരി, അഡ്വക്കേറ്റ് പ്രേമരാജൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്, ഇവരുടെ അഭിഭാഷകനാണ്. ശ്രീ പ്രേമരാജൻ, കോടതിയിൽ നിന്ന് ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരികയാണ്. ഈ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചാണ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. താങ്കൾക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇവരെ മർദ്ദിച്ചു എന്നതിന് തെളിവുകൾ അത് കൃത്യമായി ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ കോടതിയിൽ? അതെ, അതായത് ഇന്നലെ ആശുപത്രിയിൽ വെച്ചിട്ട് ഇവരുടെ മുറിപരിക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്, അത് ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കേസിൽ ആദ്യം മുതൽ തന്നെ നമ്മൾ ജാമ്യാപേക്ഷയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്, ഇവര് കടലിന്റെ അടുത്ത് രാത്രി ഒരു 10 മണിയോടെ സമയത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് പോലീസ് മോശമായിട്ട് പെരുമാറിയെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അത് ആ പോലീസിന്റെ പെരുമാറ്റം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ
അദ്ദേഹത്തിനെ മർദ്ദിക്കാനുണ്ടായതെന്നും മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന യുവതിയെ അകാരണമായിട്ട് ആ കേസിൽ പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് കോടതിയിൽ വൈകിട്ട് ഹാജരാക്കിയാണെന്നും നമ്മൾ ജാമ്യാപേക്ഷയിൽ തന്നെ പറഞ്ഞു. അത് പരിഗണിച്ചാണ് അന്ന് തന്നെ ഈ മേഘയ്ക്ക് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചത്. പിന്നെ ആരോപണം പോലീസിനെ ആക്രമിച്ചു എന്നുള്ള ആരോപണം ഉള്ളതുകൊണ്ടും അതിൽ പോലീസ് റിപ്പോർട്ട് വേണമെന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ട് വെള്ളിയാഴ്ച വാദം കേട്ട് വിധി പറയാൻ വേണ്ടി വെച്ചത്. ഈ പോലീസുകാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി അവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റും ഒക്കെ അവർ ഹാജരാക്കിയിട്ടുണ്ട്. ശ്രീ പ്രേമരാജ്, ഈ പോലീസുകാരെ ഇവരെ ആക്രമിച്ചു എന്നാണ് പോലീസിന്റെ മറിച്ചുള്ള കണ്ടൻഷൻ. അതെ, പോലീസിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറിപരിക്ക് സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആര് പറഞ്ഞതാണ് ശരിയെന്ന് കൃത്യമായിട്ട് ബോധ്യമാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് വളരെ വ്യക്തമാണ്. ദേഹത്താസകലും അദ്ദേഹത്തിന് പരിക്കുണ്ട്. ആ പരിക്കുണ്ടാവാനിടെ സാഹചര്യം നമ്മൾ വിശദീകരിച്ചു. കാരണം പോലീസ് രണ്ടാമത് ഒരു കേസ് എടുക്കാൻ കാരണം ഇത് പോലീസിനെതിരെ തിരിഞ്ഞു വരും എന്നുള്ള ഒരു മുൻവിധി പോലീസിന് മനസ്സിലായത് കൊണ്ടാണ് പോലീസ് ഇവർക്കെതിരെ ഈ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ, പോലീസിനെ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നന്ദി ശ്രീ പ്രേമരാജ്. ഏതായാലും പ്രത്യക്ഷയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധിയുണ്ടാകും. മേഘ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇന്ന് കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. മനഃപൂർവ്വം കേസിൽ കുടുക്കിയതാണ് എന്നുള്ള ആരോപണമാണ്. പോലീസ് മറ്റൊരു മറുവാദമാണ് കോടതിയിൽ ഉന്നയിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ വിഷയം ഏതായാലും അന്വേഷിക്കുന്നുമുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ആർ ശ്രീലേഖയുടെ ആരോപണം ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നു. ശ്രീലേഖയുടെ മൊഴിയെടുത്തേക്കും. ജയിൽ മേധാവിയായിരിക്കെ ശ്രീലേഖ ദിലീപിന് വഴിവിട്ട സഹായം നൽകിയോ എന്നും പരിശോധിക്കും. സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, വിവരങ്ങൾ. രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസമാണ് ആർ ശ്രീലേഖ തന്റെ യൂട്യൂബ് പേജിലൂടെ ദിലീപ് നിരപരാധിയാണ് നടിയെ ആക്രമിച്ച കേസിൽ എന്ന് വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്നത്. അതിന് തുടർച്ചയായാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മറ്റ് നീക്കങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഈ കേസ് ഡയറി പോലും പരിശോധിക്കാത്ത ആർ ശ്രീലേഖ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ, തന്റെ അഭിപ്രായം എന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുക എന്നാണ് ക്രൈംബ്രാഞ്ച് ചോദിക്കുന്നത്. ഇവരുടെ, അതായത് ഇതിൽ ശ്രീലേഖ ഈ യൂട്യൂബിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വാസ്തവ വിരുദ്ധമാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർ ശ്രീലേഖയെ, ഈ കേസുമായി ബന്ധപ്പെട്ട് ആർ ശ്രീലേഖയെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് കടന്നേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. ഏതായാലും നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്നാണ് ആർ ശ്രീലേഖ വെളിപ്പെടുത്തിയത്. പോലീസ് തെളിവുകൾ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. ദിലീപിനെ, അതായത് മാധ്യമങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ദിലീപിനെതിരെ ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോലീസ് എത്തിയത് എന്നും ആർ ശ്രീലേഖ യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. സുവി വിശ്വനാഥ് വിവരങ്ങൾ പങ്കുവച്ചു. പാലക്കാട് തങ്കം ആശുപത്രിയിൽ നവജാത ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. മരിച്ച ഐശ്വര്യയുടെ ഭർത്താവ് രഞ്ജിത്തും കുടുംബാംഗങ്ങളുമാണ് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകുക. ജൂലൈ 3-നാണ് പാലക്കാട് തങ്കം ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചത്. 4-ന് കുഞ്ഞിന്റെ അമ്മ ചിറ്റൂർ തത്തമംഗലം സ്വദേശി ഐശ്വര്യയും മരിച്ചു. ഇതിന് പിന്നാലെ ഭിന്നശേഷിക്കാരിയായ യുവതിയും ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ചതോടെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഐശ്വര്യയുടെ കുടുംബം മുഖ്യമന്ത്രിയെ കാണുന്നത്. ഓൾറെഡി അവിടെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മളെ കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നാളെ കാണാൻ പോകുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റുള്ള ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു സ്പെഷ്യൽ പാനൽ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു നമുക്ക് ജെന്യൂനായിട്ടുള്ള ഒരു ഡോക്ടർമാരെയും അതുപോലെ തന്നെ ആൾക്കാരെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തങ്കം ആശുപത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും കുടുംബം നിവേദനം നൽകും. കേസിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രസ്താവിച്ചിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ചികിത്സാ പിഴവില്ലെന്ന വാദത്തിൽ ആശുപത്രി അധികൃതർ ഉറച്ചു നിൽക്കുകയാണ്. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട കേസിൽ പോലീസ് 2 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും. അറസ്റ്റിലായ 26 പേർക്കെതിരെയാണ് കുറ്റപത്രം നൽകുക. കേസിലെ മുഖ്യ ആസൂത്രകൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ഇനിയും പിടിയിലാകാനുണ്ട്.
പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈർ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ശ്രീനിവാസൻ വധക്കേസിലും ഭാഗിക കുറ്റപത്രം സമർപ്പിക്കുന്നത്. കേസിൽ 26 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെയുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിക്കുക. ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ 6-അംഗ സംഘത്തിൽ 2 പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഇതിനു പുറമെ മുഖ്യ ആസൂത്രകനും ഒളിവിലാണ്. എന്നാൽ അറസ്റ്റിലായവർക്കെതിരെ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇതൊഴിവാക്കാനാണ് ഭാഗിക കുറ്റപത്രം സമർപ്പിക്കുന്നത്. RSS നേതാവ് സഞ്ജിത്ത് വധക്കേസിലും ഭാഗിക കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. എലപ്പുള്ളിയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് RSS നേതാവ് ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കടയിൽ കയറി വെട്ടിക്കൊന്നത്. ന്യൂസ് 18 പാലക്കാട്. ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബയെ രാജപക്ഷെ രാജ്യം വിട്ടിട്ടില്ലെന്ന് സ്പീക്കർ മഹീന്ദ അഭയവർദ്ധന. ഗോട്ടബയെ അയൽരാജ്യത്തേക്ക് കടന്നുവെന്നും നാളെ രാജിക്കത്ത് നൽകാൻ ലങ്കയിലെത്തുമെന്നും നേരത്തെ BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ സ്പീക്കർ പറഞ്ഞിരുന്നു. എന്നാൽ താൻ തെറ്റായി പറഞ്ഞതാണെന്ന് ഇന്ത്യൻ വാർത്താ ഏജൻസി ANI-യോട് മഹീന്ദ പിന്നീട് പറഞ്ഞു. ഇതിനകം ഗോട്ടബയെ രാജിക്കത്തിൽ ഒപ്പിട്ടെന്നും നാളെ ഔദ്യോഗികമായി രാജി പ്രഖ്യാപിക്കുമെന്നും സ്പീക്കർ വ്യക്തമാക്കി. പാർലമെന്റ് സമ്മേളനം വെള്ളിയാഴ്ചയിലും 20-നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക. ശനിയാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി കയ്യേറിയ പ്രക്ഷോഭകർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവിന് നേരെ മോശം പെരുമാറ്റമെന്ന് പരാതി. അത്ലറ്റ് പരാതിയുമായി പോലീസിനെ സമീപിച്ചു. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനിടെയായിരുന്നു സംഭവം. സ്റ്റേഡിയം മാനേജിംഗ് കമ്മിറ്റി അംഗം സജീവ് കണ്ടത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സംസാരിച്ചുവെന്നും ഭീഷണി മുഴക്കിയെന്നുമാണ് പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.